മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 5 ബുധൻ. വികസനത്തിനുള്ള ത്വര കൂടുകയും വ്യവസായ വിനോദസഞ്ചാര വികസനം മാത്രം ഉന്നം വയ്ക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ മനുഷ്യാതിജീവനത്തിൻ്റെ അടിസ്ഥാനോപാധികൾ തന്നെ മറന്നുപോകുന്നു എന്ന വിമർശനം ഏറെ പഴക്കമുള്ളതാണ് എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മഴക്കെടുതി ദുരന്ത നിരക്ക് കുറയ്ക്കാൻ വഴിതേടണം. കേരളം ഒരിക്കൽ കൂടി അതിതീവ്ര മഴയെ തുടർന്നുള്ള ദുരിതങ്ങൾ നേരിടുകയാണ്. ഓഗസ്റ്റ് 1 ശനിയാഴ്ച തുടങ്ങിയ അതിവർഷത്തിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും പെട്ട് ഇതെഴുതുമ്പോൾ വരെ 15 പേരുടെ ജീവൻ നഷ്ടമായി. 11,000-ലേറെ ആളുകൾ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വന്നിരിക്കുന്നു. 323 വീടുകൾ തകർന്നുവെന്നാണ് ആദ്യ കണക്കുകൾ. ഇതിനു പുറമെ 7 പേരെ കണ്ടെത്താനുമുണ്ട്. വലിയ തോതിലുള്ള ആൾനാശവും ആസ്തിനാശവും സംഭവിച്ചതോടെ സംസ്ഥാനത്തിന് അവ താങ്ങാൻ പ്രയാസമുള്ളതായി മാറി. ശക്തമായ മഴ തുടരുമെന്ന പ്രവചനമുള്ളതിനാൽ ജനമനസ്സിൽ ഭീതിയകന്നിട്ടില്ല. 3 അനുഭവങ്ങൾ കാരണം സർക്കാർ മെഷീനറിയും ബഹുജനങ്ങളും സന്നദ്ധ സംഘടനകളും അല്പം കൂടി ഉയർന്ന ജാഗ്രതയിലുണ്ട് എന്നതാണ് ഏക ആശ്വാസം. കടൽ കലി കാണിക്കുകയും നദികൾ കവിഞ്ഞൊഴുകുകയും റിസർവോയറുകളിൽ ജലനിരപ്പ് ഉയരുകയും ഒപ്പം അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുകയും ചെയ്യുമ്പോഴുള്ള വെള്ളപ്പൊക്ക ഭീഷണി സമീപവാസികളെ കൂടുതൽ ചകിതരാക്കുന്നു എന്നതുകൂടി കാണണം. മഴക്കെടുതികളുടെ കാരണമെന്ത് എന്ന വിശകലനത്തേക്കാൾ പ്രസക്തം അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും സർവോപരി മരണനിരക്ക് കുറയ്ക്കാനുമെടുത്ത നടപടികളിൽ കേരളം എത്ര വിജയിച്ചു എന്നതാണ്. നാശനഷ്ടങ്ങളുടെ ഏകദേശ കണക്ക് ശരിയായി വരുന്നേ ഉണ്ടാവൂ. അതുകഴിഞ്ഞ് ഔദ്യോഗിക കണക്കുകൾ ഉണ്ടായിട്ട് വേണം യൂണിയൻ സർക്കാരിൻ്റെ സഹായവിഹിതം എത്രയുണ്ട് എന്ന് തിട്ടപ്പെടുത്താൻ. അതോടൊപ്പം കേരളം UDF ഭരിക്കുന്നതിനാൽ പ്രതിപക്ഷത്തുള്ള LDFന് അതിവർഷം കൈകാര്യം ചെയ്യുന്നതിലെ ഭരണകൂട പരാജയം ഒരുപക്ഷെ രാഷ്ട്രീയ വിഷയം കൂടിയാവാം. ദുരന്തത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവുമെന്ന പ്രതിപക്ഷ വാഗ്ദാനങ്ങൾ നിലനിൽക്കെ തന്നെ. പക്ഷേ കേരളത്തിൻ്റെ ഭരണപ്രകൃതി മാനേജ്മെൻറ്റ് മാതൃകയിൽ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന ഭരണകൂടം എത്രമാത്രം ജാഗ്രത കാണിച്ചു എന്നതിലാണ് യഥാർത്ഥ വിലയിരുത്തൽ ആവശ്യം. അതിതീവ്ര വർഷത്തിനും വെള്ളപ്പൊക്കത്തിനുമെതിരെ പ്രതിരോധം തീർക്കുന്നതിന് പരിധിയുണ്ട്. മനുഷ്യനിർമ്മിത ഘടകങ്ങളായ കെട്ടിട നിർമ്മാണവും മരമുറിയും ഭൂമി തുരന്നുള്ള തുരങ്ക നിർമ്മാണവും ദീർഘകാല പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന പ്രകൃതിയിലെ ഇടപെടലുകളുമാണ് എന്നത് അവിടെ നിലനിൽക്കെ തന്നെ. എന്നാൽ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും ദുരിതബാധിതർക്ക് ഉടനടി ആശ്വാസമെത്തിക്കാനും സർക്കാരിന് കഴിയും. കേരളത്തിൻ്റെ മലമ്പ്രദേശങ്ങളുടെ സ്വാഭാവിക ചരിവുള്ള ഭൂപ്രകൃതി, പാറക്കെട്ടുകളുടെ കിടപ്പ് തുടങ്ങിയവ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾക്ക് ഇട നൽകുന്നതാണ്. അവിടെ കനത്ത മഴയുണ്ടാവുകയോ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ, വനനശീകരണങ്ങൾ, ഭൂമിയുടെ തെറ്റായ വിനിയോഗം തുടങ്ങിയവ നടക്കുകയോ ചെയ്താൽ പിന്നെ കാലവർഷത്തോടെ പലതരം ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടാകാം. ഇതിൽ ഏറ്റവും ഗുരുതരമായതാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും. കേരളത്തിൽ ഇത് കൂടുതൽ നടക്കുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ. 2023 ISROയുടെ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ഇറക്കിയ മണ്ണിടിച്ചിൽ അറ്റ്ലസിൽ 1998 മുതൽ 2022 വരെ ഹിമാലയ മേഖലയിലും പശ്ചിമഘട്ടത്തിലുമുണ്ടായ മണ്ണിടിച്ചിൽ ചരിത്രം കാണിച്ചിരുന്നു. അതനുസരിച്ച് ഹിമാലയൻ മേഖലയേക്കാൾ മണ്ണിടിച്ചിലുണ്ടായത് പശ്ചിമഘട്ടത്തിലാണ്. അതിൽ തന്നെ അനുപാതത്തിലും ഉയർന്ന നിലയിൽ അത് സംഭവിച്ചത് കേരളത്തിലാണ്. ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ മനുഷ്യകരങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ലെങ്കിലും അവയുടെ മേലുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. എന്നാൽ വികസനത്തിനുള്ള ത്വര കൂടുകയും വ്യവസായ വിനോദസഞ്ചാര വികസനം മാത്രം ഉന്നം വയ്ക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ മനുഷ്യാതിജീവനത്തിൻ്റെ അടിസ്ഥാനോപാധികൾ തന്നെ മറന്നുപോകുന്നു എന്ന വിമർശനം ഏറെ പഴക്കമുള്ളതാണ്. വികസനത്തിൻ്റെ യഥാർത്ഥ സൂചകങ്ങളിൽ ഒന്നാണ് സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ ആൾനാശം പരമാവധി ലഘൂകരിക്കാനാവുക എന്നത്. അതിനുള്ള സംവിധാനങ്ങളുടെ കുറവ് നമ്മുടെ വ്യവസ്ഥിതിയിലില്ല. യൂണിയൻ സംസ്ഥാന തലത്തിൽ ഒട്ടേറെ വകുപ്പുകളും സ്ഥാപനങ്ങളും നിലവിലുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ വകുപ്പ്, കേന്ദ്ര ജല കമ്മീഷൻ, കേരള ദുരന്ത നിവാരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, പോലീസ്, സേനാ വിഭാഗങ്ങൾ തുടങ്ങി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഏജൻസികളും ഇതിൽ ഭാഗഭാക്കാണ്. അവ തമ്മിലുള്ള ഏകോപനമാണ് ഒന്നാമത് വേണ്ടത്. അതിൻ്റെ ഭാഗമായി അവയെ മുഴുവൻ സമയ നഷ്ടമില്ലാതെ ദുരന്തസ്ഥലങ്ങളിൽ എത്തിച്ച് പ്രവർത്തന നിരതമാക്കണം. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സജീവ പങ്കാളിത്തത്തോടെ മാത്രമേ അത് ഫലപ്രദമാവുകയുള്ളൂ. അഥവാ സംസ്ഥാന മുഖ്യമന്ത്രിക്കാണ് ഇതിൽ ഏറ്റവും നേതൃപരമായ പങ്ക്. ഇപ്പോഴത്തെ ദുരന്തത്തിലെ രാഷ്ട്രീയം തൽക്കാലം മാറ്റിവെക്കാം. എന്നാൽ സാങ്കേതികമായി മുൻഗണനാക്രമം പാലിച്ച് നടപടികൾ സ്വീകരിച്ചുവോ എന്നത് ഇനിയും ഓഡിറ്റ് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്.
ജനകീയ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ആരിൽ നിന്നും പഠിക്കാനില്ല. പക്ഷേ അതും കൂടി ചേർത്തു നിർത്തി ഏകോപനത്തോടെ ദുരന്ത ലഘൂകരണം നടത്താനുള്ള പ്രവർത്തന ചട്ടക്കൂടുണ്ടാക്കുക എന്നതിലായിരിക്കട്ടെ ഇനി സർക്കാരിൻ്റെ ശ്രദ്ധ. അതുണ്ടായാൽ ഭാവിയിലെങ്കിലും പരമാവധി ആൾനാശവും ആസ്തിനാശവും കുറച്ചു കൊണ്ടുവരാൻ കഴിയും. മാധ്യമം പോഡ്കാസ്റ്റ്.